പഥ്യം, ഇപ്പം ആയുർവേദം കഴിക്കാൻ പോകണ്ട, നമുക്ക് പഥ്യം ചിക്കനും മീനും ഒക്കെ ഒഴിവാക്കി പഥ്യം കഴിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമുണ്ട്. സാർ, ഈ വളരെ ഫാസ്റ്റായിട്ടുള്ള ഈ ലോകത്ത് ഈ ആയുർവേദം പോലുള്ള ഒരു മരുന്നിന് എന്ത് പ്രസക്തിയുള്ളത് എന്ന് ചോദിച്ചു. ആയുർവേദ മരുന്നുകൾ കഴിക്കാൻ സമയമെടുക്കും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ സർ. അപ്പം ശരിക്കും എല്ലാ മരുന്നുകളും അത് അസുഖത്തിനെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ മരുന്നുകൾക്കാണോ സമയമെടുക്കുന്നത്? മരുന്നുകൾ കഴിക്കാൻ സമയമെടുക്കുന്നില്ല, മരുന്നിന്റെ ഫലം കിട്ടാനാണ് സമയം. അതെ സർ. ഇപ്പോൾ സെൽഫ് മെഡിക്കേഷനെ കുറിച്ച് പറയുമ്പോഴേ നമ്മുടെ നാട്ടിൽ ഈ ദശമൂലാരിഷ്ടം അല്ലെങ്കിൽ ഈ ദ്രാക്ഷാരിഷ്ടം ഒക്കെ സ്ഥിരമായിട്ട് കഴിച്ച് വർഷങ്ങളോളം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ലിവർ ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ്. നമ്മൾ കഴിക്കുന്നതും ഈ പറയുന്ന പോലെ ആയുർവേദത്തിന് പാർശ്വഫലങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആയുർവേദത്തിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ ഒരുപാട് മിത്തുകളുണ്ട്. എന്നാൽ ആ മിത്തുകളുടെ ഫാക്റ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളോട് കൂടെയുള്ളത് അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ആൻഡ് സൂപ്രണ്ട് ഓഫ് H&RC ആയുർവേദശാല കോട്ടക്കൽ ഡോക്ടർ കെ മുരളീധരൻ സാറാണ്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം സർ. നമസ്കാരം. നമസ്കാരം സർ. നമ്മൾ കാണുന്നത് എന്താണ് ആയുർവേദം എന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തല്ല ആയുർവേദം എന്നതിനെ കുറിച്ച് നമ്മൾ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സാറിന്റെ അഭിപ്രായത്തിൽ എന്തല്ല ആയുർവേദം? ആയുർവേദം ഒരു മിത്തല്ല, ഒരു പുരാണമല്ല, ഇത് പൂർണ്ണമായും ഒരു ശാസ്ത്രമാണ്, വൈദ്യശാസ്ത്രമാണ്. അതിനെ കുറച്ചും കൂടിയും ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു മിത്തായിട്ട് ആയുർവേദത്തെ ഒരിക്കലും കാണരുത്, പ്രചരിപ്പിക്കരുത്. ഓക്കെ സർ. സർ, നമ്മളിപ്പോൾ പൊതുവായിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പച്ചമരുന്നാണ് ആയുർവേദം, അല്ലെങ്കിൽ പച്ചമരുന്ന് മാത്രമേ ഉള്ളൂ ആയുർവേദം. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് പൂർണ്ണമായ ഒരു തെറ്റിദ്ധാരണയാണ്, അഥവാ തെറ്റായ പ്രസ്താവനയാണ്. പച്ചമരുന്ന് എന്നുള്ളത് എങ്ങനെയാണ് പേര് വന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ചികിത്സയുടെ ആരംഭ കാലഘട്ടത്തിലൊക്കെ ജീവിത പരിസരത്ത് നിന്ന് നുള്ളിയെടുക്കാവുന്ന, പെറുക്കിയെടുക്കാവുന്ന, സംഭരിക്കാവുന്ന ഏതാനും ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചികിത്സ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ്റെ മനസ്സിൽ പച്ചമരുന്ന് എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ നമ്മുടെ വേദങ്ങളിലൊക്കെ ഈ ഔഷധങ്ങളെ കുറിച്ച് പറയുമ്പോൾ കാണുന്നൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ടൊരു മരുന്ന് അകത്തേക്ക് കഴിക്കുന്നതിന് മുമ്പ് തന്നെ മരുന്നുകളും രോഗവും ചികിത്സയും ഒക്കെ ആദിമ മനുഷ്യൻ ബന്ധപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഒരു സഹദേവി എന്ന് പറയുന്ന നമ്മുടെ മരുന്ന്, അത് ചില പുസ്തകങ്ങൾ അങ്ങനെ തന്നെ റെഫർ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ചെയ്യിച്ചാൽ ആദ്യമൊക്കെ ഔഷധ സസ്യത്തിനടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക ചെയ്യുക, എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കും, അതിനെ പ്രദക്ഷിണം വയ്ക്കും. ഇതാണ് ഒരു ആരാധനയായിട്ട്, ഔഷധ സസ്യ ആരാധനയായിരുന്നു ആദ്യം. പിന്നീട് മനുഷ്യൻ അത് മനസ്സിലാക്കി ഇതുകൊണ്ട് വലിയ പ്രയോജനം കാണുന്നില്ല. അവൻ്റെ ചികിത്സ അല്ലെങ്കിൽ ചിന്ത കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയപ്പോൾ അത് ഉപയോഗിച്ച് ചിലർ തലയിൽ കെട്ടുക, മണപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ തുടങ്ങി. അത് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. മൂന്നാമത്തെ സ്ഥിതി എത്തിയപ്പോഴേക്കും എന്താ വെച്ചാൽ ഇതുകൊണ്ടൊന്നും പ്രയോജനം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി, ആ മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ ജീവിത പരിസരത്ത് കാണുന്ന ഔഷധങ്ങളെയാണ് അവർ ആശ്രയിച്ചത്. അതേ വഴിയുള്ളൂ, ഇന്നത്തെ സാഹചര്യം അല്ലല്ലോ ഒന്ന്. അപ്പോൾ അതാണ് ഈ ഇതിൻ്റെ തുടക്കം. സ്വാഭാവികമായിട്ടും ആ ഒരു ധാരണ, ആ ഒരു വിശ്വാസം തലമുറകൾ കൈമാറി വന്നു. അതുകൊണ്ടാണ് ഇതിന് പച്ചമരുന്ന് എന്ന പേരിൽ ഇത് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പം ആയുർവേദ മരുന്നുകൾ കഴിക്കാൻ സമയമെടുക്കും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ സർ. അപ്പം ശരിക്കും എല്ലാ മരുന്നുകളും അത് അസുഖത്തിനെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ മരുന്നുകൾക്കാണോ സമയമെടുക്കുന്നത്? മരുന്നുകൾ കഴിക്കാൻ സമയമെടുക്കുന്നില്ല, മരുന്നിന്റെ ഫലം കിട്ടാനാണ് സമയമെടുക്കുന്നത്. അവിടെയാണ് ഈ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ഉത്തരം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ലോകപ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റ് ഇവിടെ വന്ന് എന്നോട് ഇതേ ചോദ്യം വേറൊരു നിലയ്ക്ക് ചോദിച്ചു. സാർ, ഈ വളരെ ഫാസ്റ്റായിട്ടുള്ള ഈ ലോകത്ത് ഈ ആയുർവേദം പോലെയുള്ള
ഒരു മരുന്നിന് എന്ത് പ്രസക്തിയുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വളരെ ശരിയാണ്, ക്വസ്റ്റ്യൻ വളരെ ശരിയാണ്. ഒരു ഫാസ്റ്റാണ് ലൈഫ്. ഡു യു വാണ്ട് എ ഫാസ്റ്റ് ഡെത്ത്? ലൈഫ് ഈസ് ഫാസ്റ്റ്, ഐ അഗ്രി, ബട്ട് നോബഡി വാണ്ട്സ് എ ഫാസ്റ്റ് ഡെത്ത്. അതുകൊണ്ടാണ് ആയുർവേദ ചികിത്സ പോലുള്ള മറ്റ് മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതെന്ന് നമ്മൾ പറയുന്ന അതിലേക്ക് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഫാസ്റ്റ് എന്നുള്ളതിനല്ല, അല്ലെങ്കിൽ സ്ലോ എന്നുള്ളതല്ല, അത് മനുഷ്യനിൽ എന്തെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു, അത് മനുഷ്യനെ എത്രത്തോളം പ്രയോജനപ്പെടുന്നു, അതിൻ്റെ ദീർഘകാലാനുബന്ധിയായിട്ടുള്ള ചികിത്സയായിരിക്കാം, പക്ഷേ മറ്റതിൻ്റെ ദീർഘകാലാനുബന്ധിയായ പാർശ്വഫലങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏത് കാര്യം എടുക്കുമ്പോഴും നമ്മൾ അതിനെ ഒരു താരതമ്യം ചെയ്യും. ആ താരതമ്യ പഠനത്തിലാണ് ആയുർവേദ ഔഷധങ്ങളുടെ മേന്മ നമുക്ക് മനസ്സിലാവുന്നു. ഒരു പക്ഷേ അത് കുറച്ച് സ്ലോ ആക്ടിങ് ആണെന്ന് പറയുന്നത് പോലും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒരിക്കലും തന്നെ ടാർഗറ്റിലേക്ക് പോയി ഡെലിവറി ചെയ്ത് ഇൻസ്റ്റന്റ് റിസൾട്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു തീർച്ചയായിട്ടൊരു പോരായ്മയായിട്ടോ ഒക്കെ ഞാനും അംഗീകരിക്കുന്നു. ചില സമയത്ത് അത് ആവശ്യമുണ്ടാവും. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് വിഷചികിത്സ നടത്തിയിരുന്നു. ഒരു വിഷം ഏറ്റു കഴിഞ്ഞാൽ ദിവസങ്ങൾക്ക് ശേഷം അതിന്റെ വിഷം ഇറക്കിയാൽ പോരല്ലോ. അന്ന് അവർ ചില മരുന്നുകൾ ഉപയോഗിച്ചു, ചില മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അത് കാലം കൊണ്ട് ദുഃഖപ്രചാരത്തിലായി എന്നുള്ളത് വേറെ വിഷയം. എല്ലാ നിലയ്ക്കും രോഗിയെ രക്ഷിക്കാനുള്ള വഴികൾ, കണ്ണിൽ മരുന്നെഴുതിയും വായിൽ ഔഷധങ്ങളിട്ട് ചവച്ചരച്ച് ചെവിയിൽ ഊതിയും ഒക്കെ ഉപയോഗിച്ചിരുന്നു, ലേപനം ചെയ്തിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതും അക്കാലത്ത് ആയുർവേദ മരുന്നുകളാണ് ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നുള്ള വസ്തുത നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ എവിടെയാണ് ഫാസ്റ്റ് സ്ലോ എന്നൊക്കെ വരുന്നത്, അതൊരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. കുറേയും കൂടി ക്വിക്ക് ആക്ടിങ് ഫാസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള മരുന്നുകൾ വന്നപ്പോൾ അതിനെ മറ്റേ വിഭാഗത്തിലേക്ക് പെടുത്തി. അതിനർത്ഥം ഇത് ഫലമില്ലാണ്ടായി നല്ലതല്ല. പക്ഷെ ഇപ്പൊ ഇത് രണ്ടു ഓപ്ഷനും ഉള്ള സ്ഥിതിക്ക് നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്ന ഒരു അറിവ് നമുക്ക് വന്നു ചേർന്നു. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പം നമ്മള് പറയുന്നതിനൊപ്പം ഈ പഥ്യം, ഇപ്പം ആയുർവേദം കഴിക്കാൻ പോകണ്ട, നമുക്ക് പഥ്യം, ഇപ്പം ചിക്കനും മീനും ഒക്കെ ഒഴിവാക്കി പഥ്യം കഴിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമുണ്ട്. സർ, എന്താണ് ശരിക്കും പഥ്യം? അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? പഥ്യം എന്ന് പറയുന്നത് ഒരിക്കലും നിഷേധമല്ല, നിയന്ത്രണമാണ്. പഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിഷേധിക്കലല്ല, നിയന്ത്രിക്കൽ മാത്രമാണ്. അതിൽ വൈദ്യശാസ്ത്രങ്ങൾ തമ്മിൽ വലിയ ഭേദമൊന്നുമില്ല. ഇപ്പോൾ ഒരു രക്തസമ്മർദ്ദം അധികമുള്ളൊരു പേഷ്യൻറ്റിനോട് ഉപ്പ് അധികം കഴിക്കേണ്ടെന്ന് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അതേമാതിരി ആഹാരത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവരും നോൺ സ്പൈസി നോൺ ഓയിലി ഡയറ്റ് കഴിച്ചോളൂ എന്ന് പറയുന്നത് നമ്മളും അത് തന്നെയാണ് ആയുർവേദക്കാർ പറയുന്നത്. അതിന് അവരുടെ ഭാഷയിൽ പറയുന്നു. ഈ ഭാഷാ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രോഗത്തെ നിയന്ത്രിക്കാനും മറ്റേ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാനും ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒന്ന് കണ്ടീഷൻ ചെയ്യാൻ എന്ത് വേണം എന്ന് പറയുന്നതാണ് പഥ്യം. ആയുർവേദത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പതിഷുഹിതം സത്യം എന്നൊക്കെ പറയും. പതിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം തന്നെ, സ്രോതസ്സുകൾ തന്നെ. അപ്പോൾ അതിനെ വേറെ നിലയ്ക്ക് കാണേണ്ടതില്ല. ഒരു അവളെ പേടിച്ചാലും ആ വഴി നടപ്പില്ല എന്നൊക്കെ പറയുന്ന പോലെ ഈ പഥ്യത്തെ പേടിച്ചാലും ആയുർവേദ ചികിത്സയ്ക്ക് വരുന്നില്ല എന്നൊക്കെ പറയുന്നത് തന്നെ തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. മാത്രമല്ല ഇപ്പൊ കുറേയും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്, ഇൻഫോംഡ് ആണ് ആൾക്കാർ. അവര് തയ്യാറാണ്, അവർ മുന്നിലേക്ക് വരുന്നു. ഇപ്പൊ ഒബിസിറ്റി വരുന്ന ഒരാളെ ഏത് തരം പഥ്യം അനുഷ്ഠിക്കാൻ തയ്യാറാണ്. അവിടെ നമ്മൾ ഒന്നും നിഷേധിക്കുകയല്ല ചെയ്യണം, നിയന്ത്രിക്കുകയാണ്. മീൻ കഴിച്ചോളൂ, നിങ്ങൾ വറുത്തും പൊരിച്ചും കഴിക്കണ്ട, മീൻ മറ്റു നിലയ്ക്ക് ഉപയോഗപ്പെടുത്തി കഴിച്ചോളൂ, അങ്ങനെ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും പഥ്യം ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് അല്ല, വളരെ പോസിറ്റീവാണ്. അത് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. മാത്രമല്ല ആധുനിക ലോകത്തെ ഏറ്റവും കൂടുതൽ ആവശ്യവുമാണ്. കാരണം ഇവിടെ ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ജീവിതശൈലിയെ പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വക സാധനങ്ങൾ തന്നെയല്ലേ വേണ്ടത്. അതിൽ ഇറ്റ് ഷുഡ് ബി എൻ അഡീഷണൽ അട്രാക്ഷൻ ഓഫ് ആയുർവേദ എന്നാണ് എൻ്റെ അഭിപ്രായം. പനി, ചുമ, ഇപ്പം ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് മരുന്ന് വാങ്ങി കഴിച്ച് അസുഖം മാറ്റുന്നവരുണ്ട്. അപ്പം സ്വയം ചികിത്സ ഈ പറയുന്ന മറ്റു രോഗങ്ങൾക്ക് ഒരു കാരണമായിട്ട് വരുന്നുണ്ടോ? ഈ സ്വയം ചികിത്സ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ ആൻഡ് ഏറ്റവും നല്ല നിലയ്ക്ക് നിർമ്മിക്കപ്പെട്ട മരുന്നുകൾ, അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഉപയോഗം, അങ്ങനെയൊക്കെയാണ് ഒരു മരുന്നിൽ ഉപയോഗിക്കേണ്ട രീതി. പക്ഷെ സ്വാഭാവികമായിട്ടും മനുഷ്യന് മറ്റൊരു പ്രവണതയുണ്ട്. അസുഖം വന്നാൽ ഒരു ചെറിയ സ്വന്തം നിലയ്ക്ക് ഒരു ശ്രമം നടത്തി നോക്കും. അതൊരു
സാധാരണ ഒരു ജൈവ ചോദനയാണ്. തലവേദന വരുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് പിടിക്കുന്നത് പോലും അതാണ്. ശരിക്കും ഈ തലവേദന വന്നാൽ ഉടനെ കൈ ഇങ്ങനെ പിടിക്കാതെ ഡോക്ടറെ അടുത്ത് പോകണം എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് തന്നെ അറിയേണ്ട ഒരു ഹോം മെഡിക്കേഷൻ അല്ലെങ്കിൽ ഹോം റെമഡീസ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരാൾ ശ്രമിച്ചു നോക്കുന്നത് തെറ്റല്ല. പക്ഷേ ആദ്യം ഒരു ഗുളിക കഴിച്ചു, അത് കഴിഞ്ഞ് അദ്ദേഹം അരിഷ്ടം കഴിച്ചു, പിന്നെ ലേഹം കഴിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. അലോപ്പത്തിയുടെ കാര്യത്തിലായാലും ഇത് തന്നെയാണ് അതിൻ്റെ ഒരു സമീപനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു സെൽഫ് മെഡിക്കേഷൻ ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ കേവലം വൈദ്യനെ നേരിട്ട് കാണുന്നതിന് പകരം വീഡിയോ കൺസൾട്ടേഷൻ ആവാം, മറ്റു നിലയ്ക്ക് വൈദ്യന്റെ ഉപദേശം തേടാം, മറ്റു പല സൗകര്യങ്ങളും നമുക്കുന്നുണ്ട്. അപ്പോൾ സെൽഫ് മെഡിക്കേഷൻ എന്നുള്ളത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. സാർ, ഇപ്പൊ സെൽഫ് മെഡിക്കേഷനെ കുറിച്ച് പറയുമ്പോഴേ നമ്മുടെ നാട്ടിൽ ഈ ദശമൂലാരിഷ്ടം അല്ലെങ്കിൽ ഈ ദ്രാക്ഷാരിഷ്ടം ഒക്കെ സ്ഥിരമായിട്ട് കഴിച്ച് വർഷങ്ങളോളം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ലിവർ ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ്. നമ്മൾ കഴിക്കുന്നതും ഈ പറയുന്ന പോലെ ആയുർവേദത്തിന് പാർശ്വഫലങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയുന്നത്? ആയുർവേദത്തിന് പാർശ്വഫലങ്ങളില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. എല്ലാ മരുന്നിനും അതിൻ്റെതായ ഫലങ്ങളുണ്ട്, പാർശ്വഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ പാർശ്വഫലങ്ങളില്ല എന്നുള്ള കൺസെപ്റ്റിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. പിന്നെ സ്വയം ആൾക്കാർ ചില മരുന്നുകൾ മേടിച്ച് കഴിക്കുന്നു എന്നുള്ളതാണ്. ഇത് പരമ്പരാഗതമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. സ്വന്തം അനുഭവത്തിൽ തന്നെ അവർ ചിലത് കഴിച്ചും അവർ ചില അനുഭവം ഉണ്ടായിട്ടും ഒക്കെ അത് തുടർന്നു വരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ദശമൂലാരിഷ്ടം, ദ്രാക്ഷാരിഷ്ടം ഒക്കെ കഴിച്ചിരുന്ന ഒരു തലമുറ ക്രമേണ ഇല്ലാണ്ടായി. ദശമൂലാരിഷ്ടം എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് ഡോക്ടറോട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അന്ന് എങ്ങനെയാ വെച്ചാൽ കുറേ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കുന്നത്, ഡോക്ടർമാരുടെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ അവർ പെട്ടെന്ന് ദശമൂലാരിഷ്ടം കഴിച്ചാൽ ക്ഷീണം മാറും എന്നുള്ള കൺസെപ്റ്റ് അത് കഴിച്ചു നോക്കുമ്പോൾ അവർക്ക് ബോധ്യമാകുന്നു, ക്ഷീണം മാറുന്നുണ്ട്. അങ്ങനെ സ്വയം ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവാം. അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനോ നമുക്ക് പറ്റില്ല. പക്ഷെ ഒരു സയന്റിഫിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല നല്ലത്, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നല്ലത്. പിന്നെ ഈ മരുന്നുകളെ കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകുന്നു, ലിവറൊക്കെ, അതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. കാരണം അത് പലപ്പോഴും ആയുർവേദത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടേറെ മറ്റു കാരണങ്ങളുണ്ടാവാം. അതിനെയൊന്നും പരിഗണിക്കാണ്ട് ഈ അരിഷ്ടം കഴിച്ചുകൊണ്ട് മാത്രം ഇതുണ്ടാവും എന്ന് പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. പാർശ്വഫലങ്ങൾ ഉണ്ടാവാം. ഇത് സഹസ്രാബ്ദങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്ന ഔഷധ കൽപ്പനകളാണ് ഇതൊക്കെ. അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് കിഡ്നിയെ ബാധിക്കുന്നു, ലിവറിനെ ബാധിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്നില്ല. സർ, ഒരുപാട് നന്ദി സർ. സാറിന്റെ ഈ തിരക്കുള്ള ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം തരാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി സർ. കേസിന്റെ ഭാഗത്തുനിന്ന്. ബൈ പ്രഷർ.